പറയുന്നത്. പറയുമ്പോൾ അതിനകത്ത് തെളിഞ്ഞു വരും. ഇച്ചിരി ഇന്നലെ ചന്തയിൽ പോയപ്പോൾ ഇച്ചിരി നാടൻ പച്ചിങ്ങപ്പയർ കിട്ടി. അപ്പം അതും ക്യാരറ്റും കൂടി മെഴുക്കൂട്ടി വെക്കാം. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. പിന്നെ കോളിഫ്ലവർ ഉപ്പും വെള്ളവും കൂടി ഇട്ട് വെച്ചിരിക്കുന്നു. അത് ഒരു നേരം അതിനകത്ത് അതുപോലെ ആവി കയറി ഇന്നിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യല്. പയറും ക്യാരറ്റും കൂടി മെഴുക്കുവരട്ടി, ഇന്നലെ മേടിച്ച് വെച്ച ചിക്കൻ അത് ചൂടാക്കി വെച്ചതാണ്, ഒന്നുകൂടി ചൂടാക്കണം. പിന്നെ കോളിഫ്ലവർ ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് ചൂടുവെള്ളത്തിൽ. എല്ലാവരും വെക്കുന്ന പോലൊക്കെ തന്നെ, അത് പ്രത്യേകിച്ച് കൂട്ടുകളൊന്നുമില്ല. നമ്മൾ എണ്ണ ഒഴിച്ചു. കോട്ടയത്ത് എല്ലാ കറിക്കകത്തും കടുവുണ്ട്, മെഴുക്കോട്ടയ്ക്കകത്തും കടുവുണ്ട്. കടുക് ഇട്ടു. പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്നത് അച്ചിങ്ങാപ്പയർ, ക്യാരറ്റ്, ചെറിയുള്ളി, പച്ചമുളക്. കറിവേപ്പില ഇല്ല. ഇന്നലെ കടയിൽ ചോദിച്ചപ്പോഴും കറിവേപ്പില ഇല്ലായിരുന്നു. അപ്പം ഇത്രയും സാധനങ്ങളുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർക്കൊന്നുമില്ല. ഇത് കടുക് പൊട്ടി എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതങ്ങോട്ടിട്ട് ഇച്ചിരി മഞ്ഞളോടെയും കൂടി ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും ഇട്ട് നല്ലപോലെ അങ്ങ് മൂടി അങ്ങ് വെക്കും. പിന്നെ അവിടെ ആവി ഇതിന് വെന്തോളും. ഇവിടെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് എന്നുള്ള മഞ്ഞൾ പൊടി, അതിനകത്ത് മഞ്ഞൾ പൊടി എടുത്തോളൂ. കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട്. മുളക് പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പയറിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒന്നും ടേസ്റ്റ് കിട്ടുമല്ല. അപ്പം നമ്മളതിനകത്ത് ശകലം മഞ്ഞൾ പൊടി ഇട്ടാൽ മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു അതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക. ഇടയ്ക്ക് ആ മൂടി ആവി കയറി നനച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പയർ മെഴുക്കുവരട്ടി റെഡിയാക്കാം. ഒരു മൂടി എടുത്ത് അടച്ചു വെക്കും. അവിടെ ഇരുന്ന് ആവി കയറി കഴിയും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ കരിയാതിരിക്കാനായിട്ട്. നമുക്ക് ഉപ്പിട്ട് വെച്ചതായിരുന്നു, അത് നമുക്ക് എടുക്കാം.
അതിനകത്ത് ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളോ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടും, മുളക് പൊടി ഇടും. മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അധികം എരിവൊന്നും വേണ്ട. ഇവിടെ പിന്നെ കൊച്ചു എരിവൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇച്ചിരി ഒരു 1.5 സ്പൂൺ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടും. മൈദയാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇടുന്നത്. അതൊരു 2 സ്പൂണോളം ഇടും ഞാൻ. എന്നിട്ടൊരു 10-20 മിനിറ്റത്തേക്ക് ഞാനത് നല്ലപോലെ തിരുമിയിട്ടെടുത്ത് വെക്കും. 20 മിനിറ്റോളം വെക്കും. നല്ലപോലെ നമുക്ക് സ്പൂണിട്ടൊന്നും തിരുമിയാൻ പറ്റത്തില്ല. കൈയിട്ട് തന്നെ തിരിഞ്ഞെടുക്കണം. എന്നാലേ എല്ലാവർക്കും ഇത് പിടിക്കുള്ളൂ. നല്ലപോലെ ഒന്ന് തിരുമി ഈ മസാല എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് ഒരു തുള്ളി എണ്ണയും കൂടി ഒഴിച്ചാൽ മതി. അത് നമ്മൾ ഈ മൈദാമാവ് എല്ലായിടത്തും ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കണം. നമുക്കൊരു തുള്ളി എണ്ണ ഒഴിക്കാം. ഒരു സ്പൂണോളം എണ്ണ മതി. അധികം നമ്മൾ ഇട്ടിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെക്കണം. ഇതുപോലെയാണ്. നമുക്കിതൊരു 10-20 മിനിറ്റത്തേക്ക് ഈ കോളിഫ്ലവർ നമുക്ക് അടച്ചു വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പയർ നോക്കിക്കോണം. അടുപ്പത്തിരുന്ന് കരിയാതെ നോക്കണം. അത് നല്ലപോലെ ഒന്ന് ഇടയ്ക്ക് കൊടുക്കണം. കരിഞ്ഞു പോയാൽ പിന്നെ ഫുള്ള് വേറെ. ഒരു 5 മിനിറ്റും കൂടി ഇരുന്നാൽ നമ്മുടെ പയർ മെഴുക്ക് വരട്ടി റെഡിയാവും. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പം തുടക്കമല്ലേ, ആദ്യമായിട്ടല്ലേ. അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. നമുക്ക് അങ്ങനെ വീഡിയോ എടുത്തുള്ള പരിചയമൊന്നുമില്ല. പിന്നെ നല്ല വീഡിയോ ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.